നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ 55-ാം ഭാഗമായ 10ാമത്തെ പ്രതിമയായ പ്രേമാവതി പറഞ്ഞ കഥയായിരുന്നു. അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് 11ാമത്തെ പ്രതിമയായ പത്മാവതി പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം. വിക്രമാദിത്യ ചക്രവർത്തിയുടെ 56-ാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അങ്ങനെ 11ാം ദിവസവും പതിവ് പോലെ ഭോജരാജാവ് കുളിച്ചൊരുങ്ങി സിംഹാസനം സ്ഥാപിച്ചിരുന്ന സ്ഥലത്തെത്തി. അപ്പോഴേക്കും ഭൃത്യരും കുറെ സൈനികരും അവിടെ രാജാവിൻ്റെ രക്ഷയ്ക്കെന്ന വണ്ണം എത്തി നിലയുറപ്പിച്ചിരുന്നു. നിത്യേന ഭോജരാജാവിൻ്റെ സിംഹാസനാരോഹണ ചടങ്ങിൽ വേണ്ട സേവനങ്ങൾ നൽകാനായി കുറേ സൈനികരെ അവിടെ ജോലിക്ക് ഏർപ്പെടുത്തുക പതിവുണ്ട്. സാധാരണ കാവൽ ജോലിക്കും മറ്റും നിയോഗിക്കുമ്പോൾ അവിടേക്ക് പോകാനും മറ്റും സൈനികർക്ക് അത്ര ഉത്സാഹം കാണാറില്ല. എന്നാൽ ഇവിടെ അതല്ല സ്ഥിതി. സൈനികർക്കിടയിൽ മത്സരമായിരിക്കുന്നു. ഇന്ന് ഞാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് സൈനികർ മുന്നോട്ട് വരികയാണ്. സാലഭഞ്ജികകളുടെ കഥകൾ അവരെ അത്രയേറെ ആകർഷിക്കുകയാണ്. ഭോജരാജാവിൻ്റെ കാര്യം ഒട്ടും പറയാനില്ല. വെളുപ്പിനാരും ഉണർത്താതെ തന്നെ ഭോജരാജാവ് ചാടി എഴുന്നേൽക്കുന്നു. ശംഖുനാദവും വന്ദനഗാനവും ഒന്നും കേൾക്കണമെന്നില്ല. എല്ലാ ജോലികളും കൃത്യഗതിയിൽ നിർവഹിച്ച് അദ്ദേഹം സിംഹാസനം സ്ഥാപിക്കപ്പെട്ട ആ സ്ഥലത്ത് പ്രഭാതത്തിൽ തന്നെ എത്തിച്ചേരണം. പതിവ് പോലെ പടികൾ എണ്ണിക്കയറുകയും അടുത്ത കഥ പറയുന്ന പ്രതിമയുടെ പടിയിൽ എത്തി പ്രതീക്ഷയോടെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. അന്ന് 11ാമത്തെ പടിയാണ് കടക്കാനുള്ളത്. പതിവ് പോലെ സാലഭഞ്ജിക വഴി തടഞ്ഞു. ഭോജരാജാവ് വിക്രമാദിത്യ മഹിമയെപ്പറ്റി കൂടുതൽ അറിയാൻ ആകാംക്ഷ പ്രകടിപ്പിച്ചു. പത്മാവതി എന്ന പേരുള്ള ആ സാലഭഞ്ജിക കഥ പറഞ്ഞു തുടങ്ങി. വിക്രമാദിത്യ ചക്രവർത്തി നാട് ഭരിക്കുന്ന 4 മാസക്കാലം ഒരു നാൾ അദ്ദേഹം ഉജ്ജയിനിയിലെ കൊട്ടാരത്തിന് സമീപമുള്ള ഒരു പൊയ്കയിൽ കുളിക്കാനൊരുങ്ങിയെത്തി. ആ പൊയ്കയുടെ ഇരുവശത്തും നീളമുള്ള മുളകൾ തിങ്ങി വളർന്നു നിന്നിരുന്നു. മുളങ്കാടിന് സമീപമുള്ള വലിയൊരു പാറയിൽ കയറി അദ്ദേഹം ഇത്തിരി നേരം നീലാകാശത്തേക്കും ആകാശമുഖം പ്രതിബിംബിക്കുന്ന തടാകത്തിലേക്കും നോക്കിയിരുന്നു പോയി. ആ സമയം മുളങ്കാടിനുള്ളിലെ ഒരു പൊത്തിൽ നിന്ന് 2 സർപ്പങ്ങൾ പുറത്തിറങ്ങി. ഒരു ആൺസർപ്പവും പിന്നാലെ ഒരു പെൺസർപ്പവും. പെൺസർപ്പത്തെ മാളത്തിൽ ഇരുത്തിയിട്ട് ഇര തേടാനിറങ്ങുകയാണ് ആൺസർപ്പം. ഇനി നീ പോയി വിശ്രമിച്ചോളൂ, ഞാൻ കഴിവതും വേഗം തിരികെ വരാം എന്ന് ആൺസർപ്പം പറഞ്ഞു. അങ്ങ് പോയി കഴിഞ്ഞാൽ മടങ്ങി വരുന്നത് വരെ എനിക്കൊരു മനസമാധാനമില്ല, വേഗം വരണേ. പെൺസർപ്പത്തിന്റെ വാക്കുകൾ. കുറച്ച് വടക്കു മാറി ഒരു പൊന്തക്കാട്ടിൽ എൻ്റെ ശത്രുവായ ഒരു പാമ്പ് താമസിക്കാൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അവൻ അത്ര നല്ല കൂട്ടത്തിലല്ല, അതിനാൽ നീ കരുതിയിരിക്കണം. ആൺസർപ്പം മുന്നറിയിപ്പ് നൽകി. എൻ്റെ കാര്യം ഓർത്ത് അങ്ങൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എന്നെ കാക്കാൻ എനിക്കറിയാം. പെൺസർപ്പം ഉറപ്പു കൊടുത്തു. ആ സർപ്പം സമാധാനത്തോടെ അകലേക്ക് അതിവേഗം ഇഴഞ്ഞുപോയി. ഈ സംഭാഷണം കേട്ട് പാറമേൽ ഇരിക്കുകയായിരുന്നു നമ്മുടെ വിക്രമാദിത്യൻ. അന്യോന്യമുള്ള അവരുടെ സ്നേഹവും ശ്രദ്ധയും വിക്രമാദിത്യനെ വളരെയധികം ആകർഷിച്ചു. പെൺസർപ്പം മെല്ലെ തൻ്റെ മാളത്തിന് സമീപത്തേക്ക് പോയി. എന്നാൽ മാളത്തിലേക്കു കയറാതെ അതവിടെ തന്നെ നിലയുറപ്പിക്കുന്നതാണ് വിക്രമാദിത്യൻ കണ്ടത്. അല്പം കഴിഞ്ഞപ്പോൾ കുറച്ചകലെയുള്ള പൊന്തക്കാട്ടിൽ നിന്ന് ഒരു പാമ്പ് പുറത്തിറങ്ങി വരുന്നു. അത് നേരെ പെൺസർപ്പത്തിന്റെ സമീപമെത്തി. അവൻ പോയോ? അവൻ ചോദിച്ചു. ഉവ്വ്, നിങ്ങൾ കൊള്ളരുതാത്തവനാണെന്നും കരുതിയിരിക്കണമെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത്, അവൾ അറിയിച്ചു. ഞാൻ തക്കം പാത്ത് കഴിയുകയാണ്, വലിയ താമസമൊന്നുമില്ല. ഒരു നാൾ അവൻ്റെ കഥ ഞാൻ കഴിക്കും, അവിടെ എത്തിയ പാമ്പ് പറഞ്ഞു. പിന്നെ ഇരുവരും ആ മാളത്തിനുള്ളിലേക്കു കയറി.
വിക്രമാദിത്യ ചക്രവർത്തി ഞെട്ടിപ്പോയി. അല്പം മുൻപ് തന്റെ പ്രിയതമനെ സ്നേഹപൂർവം യാത്രയച്ച പെൺപാമ്പാണ് ഇതാ തന്റെ നാഥന്റെ ശത്രുവിനോട് ചേർന്ന് ഗൂഢാലോചന നടത്തുന്നത്. ഈശ്വര, ഇങ്ങനെയും വിശ്വാസവഞ്ചനയോ? അടുത്ത ദിവസവും അതേ നേരത്ത് വിക്രമാദിത്യൻ തടാകക്കരയിലെത്തി. ആൻസർപ്പവും പുറത്തു പോകുന്ന സമയമായിരുന്നു അത്. അല്പം കഴിഞ്ഞപ്പോൾ ശത്രുവിന്റെ വരവ്. തലേ ദിവസത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടു. തന്റെ മുന്നിൽ അധർമ്മം നിർവിഘ്നം ഭണം വിരിക്കുന്നത് കണ്ട വിക്രമാദിത്യന് രോഷം തോന്നി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിറ്റേന്ന് ആൻസർപ്പം പോയ തക്കം നോക്കി മാളത്തിലേക്ക് ഇഴഞ്ഞു വന്ന ആ കള്ളനെ കൊല്ലാൻ നമ്മുടെ വിക്രമാദിത്യൻ വാളെടുത്തു. പക്ഷേ ആ പാമ്പ് പേടിച്ച് അതിവേഗം എവിടെയോ ഒളിച്ചു. അന്ന് വൈകുന്നേരം ഇര തേടി മടങ്ങി വന്ന ആൺസർപ്പത്തോട് പെൺസർപ്പം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് വിക്രമാദിത്യ ചക്രവർത്തി എന്നെ കൊല്ലാൻ വന്നു. അതു കേട്ട് ആൺസർപ്പം നിഷേധഭാവത്തോടെ പറഞ്ഞു, അങ്ങനെ സംഭവിക്കില്ല. വിക്രമാദിത്യ ചക്രവർത്തി അധർമ്മമായി ഒരിക്കലും ചിന്തിക്കില്ല, പ്രവർത്തിക്കില്ല. അത് എനിക്കുറപ്പുണ്ട്. പെൺസർപ്പത്തിന് അത്ര രുചിച്ചില്ല ആ പറഞ്ഞത്. അവൾ പിന്നൊന്നും മിണ്ടിയില്ല. 2 നാൾ കഴിഞ്ഞു. അന്നും മുളങ്കോട്ടത്തിന് സമീപമെത്തിയ വിക്രമാദിത്യൻ ആ പഴയ കാഴ്ച കണ്ടു. ചോരനായ ആ പഴയ പാമ്പ് വീണ്ടും അതാ ഇഴഞ്ഞു വരുന്നു. അവനെ സ്വീകരിക്കാൻ പെൺസർപ്പം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഭയപ്പെടുത്തി വിട്ടിട്ടും ആ പാമ്പ് പോയിട്ടില്ല എന്നറിഞ്ഞ വിക്രമാദിത്യൻ പിന്നെ മടിച്ചില്ല. മിന്നൽ വേഗത്തിൽ മുന്നോട്ട് ചാടി ആ പാമ്പിനെ അദ്ദേഹം വെട്ടിമുറുക്കി. പിന്നെ പെൺസർപ്പത്തിന് നേരെ തിരിഞ്ഞ് ഒരു വെട്ട് അവൾക്കും കൊണ്ടു. അപ്പോഴേക്കും മാളത്തിലേക്ക് അവൾ ഇഴഞ്ഞു. വെട്ടുകൊണ്ടത് വാലിലാണ്. അന്ന് വൈകുന്നേരം മുറിഞ്ഞ വാലുമായി കരഞ്ഞു കഴിയുന്ന ആ പെൺസർപ്പത്തെയാണ് അവളുടെ നാഥൻ കണ്ടത്. വിക്രമാദിത്യൻ വീണ്ടും തന്നെ കൊല്ലാൻ വന്നുവെന്നും ഭാഗ്യത്തിന് വാലിലാണ് വെട്ടുകൊണ്ടതെന്നും അവൾ പറഞ്ഞു. അതോടെ ആൺസർപ്പത്തിന് പകയാൻ വിക്രമാദിത്യനെ കൊല്ലണമെന്നായി അവന്റെ ചിന്ത. അന്നു രാത്രി ഇരുട്ടി 5 നാഴിക കഴിഞ്ഞപ്പോ സർപ്പം മാളത്തിൽ നിന്നും പുറത്തിറങ്ങി. വിക്രമാദിത്യന്റെ കോട്ടവാതിൽ വഴി അകത്ത് കടക്കാനാവില്ല. അവിടെ ഏതു നേരവും കാവൽക്കാരുണ്ടാകും. അതിനാൽ കോട്ടയുടെ പിന്നാമ്പുറത്തുകൂടി ഇഴഞ്ഞ് ഒരു കല്ലിന്റെ വിടവിലൂടെ അത് കൊട്ടാരമുറ്റത്തെത്തി. കറുത്ത വാവായിരുന്നു അന്ന്. എങ്ങും അന്ധകാരമയം. കൊട്ടാരമുറ്റത്തെ വലിയ മരങ്ങളുടെ പിന്നിൽ കൂടി സർപ്പം ചക്രവർത്തിയുടെ ശയനഗ്രഹത്തിലേക്ക് എത്തി. വലിയ ജനാലയുടെ ചുവട്ടിലായി വെള്ളം ഒഴുക്കിക്കളയാനുള്ള ഒരു ഓവ് കണ്ടു. ആ ദ്വാരത്തിലൂടെ അവൻ ഉള്ളിൽ കടന്നു. ഭക്ഷണം കഴിഞ്ഞാൽ വിക്രമാദിത്യ ചക്രവർത്തി ഇത്തിരി നേരം കാറ്റുകൊണ്ട് ആട്ടുകട്ടിലിൽ കിടക്കുക പതിവുണ്ട്. സർപ്പം ആ കട്ടിലിന് സമീപത്തായി ചുരുണ്ട് കിടന്നു. കുളിയും ധ്യാനവും ഒക്കെ കഴിഞ്ഞ് വിക്രമാദിത്യൻ നേരെ തന്റെ ശയനഗ്രഹത്തിലെത്തി. അന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കുകയോ കാറ്റുകൊണ്ട് കട്ടിലിൽ കിടക്കുകയോ ചെയ്തില്ല. ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി കുറെ നേരം നിന്നു. അങ്ങ് ഭക്ഷണം കഴിക്കണില്ലേ? പത്നിമാരിൽ ഒരാൾ വന്ന് ചോദിച്ചു. എന്തോ എനിക്ക് വിശപ്പ് തോന്നണില്ല. അതെന്തേ? കൊട്ടാരം വൈദ്യനെ വിളിക്കട്ടെ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറെ നേരം തനിയെ നിൽക്കട്ടെ, അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. വിക്രമാദിത്യന്റെ മനസ്സിനെ എന്തോ മതിക്കുന്നുവെന്ന് പത്നിക്ക് തോന്നി. എങ്കിലും ആ സമയം കൂടുതൽ ചോദിക്കാനുള്ള സന്ദർഭം അല്ലെന്ന് തോന്നി അവൾ പിൻവാങ്ങി. അല്പം കഴിഞ്ഞപ്പോ അമ്മ മഹാറാണി തന്നെ നേരിട്ട് എഴുന്നള്ളി. അവർ അദ്ദേഹത്തോട് എന്താണ് നീ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു. അമ്മയോട് അദ്ദേഹം തൻ്റെ വിഷമം തുറന്നു പറഞ്ഞു. അമ്മേ, മനുഷ്യൻ മാത്രമല്ല പക്ഷിമൃഗാദികൾ പോലും ധർമ്മം വെടിഞ്ഞ് ജീവിക്കരുതെന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. നീതിശാസ്ത്രം അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതെ,
അതിനിപ്പോ എന്താ എന്താ സംഭവിച്ചേ? അമ്മ ചോദിച്ചു. വിക്രമാദിത്യൻ താൻ തടാകക്കരയിൽ കണ്ട കാഴ്ച വിശദീകരിച്ചു. തന്റെ പ്രാണനാഥനെ ഇതുപോലെ വഞ്ചിക്കാൻ ആ പെൺസർപ്പത്തിന് എങ്ങനെ മനസ്സു വന്നു? ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം വിശ്വാസവഞ്ചന കാണിച്ചാൽ കുടുംബത്തിന്റെ ഗതി എന്താകും? വിക്രമാദിത്യൻ ചോദിച്ചു. ഭിത്തിയുടെ ഒരു കോണിൽ ഒളിച്ചിരുന്ന ആൺസർപ്പം എല്ലാം കേട്ടു. ഇത്രയും നീതിമാനായ ഒരു ചക്രവർത്തിയെ കൊല്ലാനാണല്ലോ താൻ പുറപ്പെട്ടതെന്ന് ഓർത്തപ്പോ അതിന് ദുഃഖം തോന്നി. സർപ്പം നേരെ ചക്രവർത്തിയുടെ മുന്നിലെത്തി. പെട്ടെന്ന് തന്റെ സമീപം ഒരു സർപ്പത്തെ കണ്ടപ്പോ വിക്രമാദിത്യൻ ആദ്യം ഒന്ന് ഞെട്ടി. അത് താൻ നിത്യവും കാണാറുണ്ടായിരുന്ന ആൺസർപ്പമാണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി. അരുത്, അങ്ങെന്നെ വധിക്കരുത്. ഞാൻ അങ്ങയെ ഉപദ്രവിക്കാൻ വന്നതല്ല എന്ന് പറഞ്ഞാൽ അത് അസത്യമാകും. അങ്ങയെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് ഈ രാത്രി ഇത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് ഞാൻ ഇവിടെ എത്തിയത്. എനിക്കിപ്പോ സത്യം ബോധ്യായി. അങ്ങയെ വധിക്കണമെന്ന് തോന്നിയതിന് എന്നോട് ക്ഷമിക്കണേ. എന്നോട് സ്നേഹം നടിക്കുകയും എൻ്റെ ശത്രുവിനൊപ്പം കൂടി എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത എൻ്റെ പത്നിയുടെ ആ തനിനിറം എനിക്ക് ശരിക്കും മനസ്സിലായി. ഇത്രയും പറഞ്ഞ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മുന്നിൽ ശിരസ്സു നമിച്ച് ആ സർപ്പം അവിടെ നിന്ന് നിഷ്ക്രമിച്ചു. മാളത്തിലെത്തി തന്നെ വഞ്ചിക്കുകയും ധർമ്മിഷ്ഠനായ വിക്രമാദിത്യനെ പറ്റി വ്യാജം പറയുകയും ചെയ്ത പെൺസർപ്പത്തെ അത് കടിച്ചു കൊല്ലുകയും ചെയ്തു. കഥ പറഞ്ഞു നിർത്തിയിട്ട് സാലപഞ്ചിക ഭോജരാജാവിനോട് ചോദിച്ചു, മനുഷ്യർ മാത്രമല്ല പക്ഷി മൃഗാദികൾ പോലും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന മഹാനായിരുന്നു ഞങ്ങളുടെ വിക്രമാദിത്യ ചക്രവർത്തി. ആ മഹാനുഭാവന്റെ ഇരിപ്പിടം അപഹരിക്കാൻ അങ്ങ് ഇനിയെങ്കിലും ശ്രമിക്കാതിരിക്കുക. കഥ കേട്ട് ഭോജരാജാവ് ഏതാനും നിമിഷം ചിന്തിച്ചു നിന്നു. സമയം വൈകുന്നു എന്ന സേവകൻ ഉണർത്തിച്ചതിന് ശേഷം പരിസരബോധം വന്ന അദ്ദേഹം അന്നത്തെ ചടങ്ങുകളൊക്കെ അവസാനിപ്പിച്ച് തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് 32 പ്രതിമകളിൽ 11ാമത്തെ പ്രതിമയായ പത്മാവതി പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. വിക്രമാദിത്യ കഥയുടെ 56ാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.